എത്ര നല്ല മനുഷ്യനാ ഈ ഗഫൂർക്ക. ഈയിടെയായിട്ട് ഒരുപാട് ഡോക്ടർമാരെ പോയി കണ്ടില്ലേ ഗഫൂർ? ആരൊക്കെ പോയി കണ്ടില്ലാന്ന് ചോദിക്കാരനാ? ഡെങ്കിപ്പനീന്റെ ടെസ്റ്റ് നടത്തിയോ? ഡെങ്കും മങ്കിയും പൂച്ചയും പൂരിയും ഒക്കെ നടത്തി. കൊറേ എന്നെ പോലെ നടത്തി. എന്നിട്ട് ഡോക്ടർമാർ എന്താ പറഞ്ഞേ? ആ കഥ വലിയൊരു സ്റ്റോറിയാണ് മോനെ കരുണ. മിസ്റ്റർ ഗഫൂർ, എന്റെ ടെസ്റ്റിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും കാണാനില്ല. ലിവറിന് വല്ല തകരാറുണ്ടോ എന്നൊരു സംശയം. ഏതായാലും ഡോക്ടർ സൽമാൻ സുലൈമാനെ ഒന്ന് കാണും. ഞാൻ ലെറ്റർ തരാം. പിന്നെ ഞാൻ എഴുതിയ മരുന്ന് കണ്ടിന്യൂ ചെയ്തോളൂ. നോ പ്രോബ്ലം. ലിവർ ഈസ് കണ്ടീഷൻ. ഇനി സ്റ്റൊമക്കിന് എന്തെങ്കിലും ഡിഫക്ട്? ഞമ്മള് സ്മോക്ക് ചെയ്യാറില്ല. സ്മോക്കും ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. ഗഫൂർ ഏതായാലും ജോയ് റോയി ഒന്ന് കൺസൾട്ട് ചെയ്യൂ. എന്നിട്ട് എന്തായി? ഒന്നായില്ല. കൊറേ കായി അങ്ങനെയും പോയി. മറ്റേ ഡോക്ടർമാർ ഓതി തന്നെ ഈ ഡോക്ടർ ഓതി. കൊറേ മരുന്നും തന്ന്. കണ്ണിന്റെ ഡോക്ടറെ കാണാനും പറഞ്ഞു. പനിക്കെന്തിനാ കണ്ണിന്റെ ഡോക്ടർ? നിങ്ങൾ ചോദിച്ചില്ലേ? അതൊരു ഇൻസൾട്ട് അല്ല മൂപ്പർക്ക്. ഞമ്മള് മിണ്ടിയില്ല. ഐ ടെസ്റ്റ് എങ്ങനെ? ഗംഭീരല്ലേ. രാവിലെ 8 മണിക്ക് ഞാൻ ആശുപത്രി കയറിയിട്ട് വൈകുന്നേരം 7 മണിക്കാണ് നമ്മൾ പുറത്തിറങ്ങിയത്. പുറത്തിറങ്ങണതേ അവിടെ സ്റ്റോക്കുള്ള സകലവിധ മരുന്നും ഞമ്മളെ കണ്ണിലൊറ്റിച്ച് അസല് കണ്ണോട്ടനെ പോലാണ്. ഒന്നും പറയണ്ട. സൂറാവിന്റെ കൈ മുടിച്ചല്ല പോലെ നമ്മള് പുരയിലേക്ക് പോയത്. ഷുഗറും കൊളസ്ട്രോളും അതും ചെക്ക് ചെയ്തിട്ടുണ്ടാവും. അത് പിന്നെ ചോദിക്കാണ്ട മോനെ. കാരണം തലക്ക് എന്തെങ്കിലും തരാറുണ്ടോന്ന് അറിയാൻ അതിന്റെ ഡോക്ടറെ കാണാനും പറഞ്ഞു. എന്ന് വെച്ചാല് ഈ ഉദ്ദേശിക്കുന്ന മാതിരി വട്ടിന്റെ ഡോക്ടർ അല്ലടോ. ENT ഡോക്ടർ. ENT ഡോക്ടർ സൂര്യപ്രകാശിനെ ആവും. എന്ത് പ്രകാശമായാലും ഓന്റെ വക ഒരു ടെസ്റ്റ് തലയൊട്ടിക്ക് പല്ലിന്റെ ആസാമിനെ കൊണ്ട് 2 അണപ്പല്ലും പറപ്പിച്ചു. മുന്നിൽ താന്നെ പിന്നെയും വേണ്ടിയില്ലേനി. ചുരുക്കി പറഞ്ഞാ കൊറേ പൈസയായി എന്നർത്ഥം. അങ്ങനെ കണ്ടമാനം പൈസ ചെലവാക്കിയിട്ടല്ലടോ ഓലൊക്കെ ഡോക്ടർമാരായത്. മുതലും പലിശ അവർക്ക് കിട്ടണ്ടേ? ഓൽക്കും ജീവിക്കണല്ലോ. അതറിയുന്ന ഗഫൂർ എന്തിനാ എല്ലാ ടെസ്റ്റും നടത്തിയത്? അത് വേണ്ടിട്ടല്ലേ ഓരോ ഡോക്ടർമാർക്ക് കമ്മീഷനും കൊടുത്ത് പേടിയെന്ന് തോന്നിയിരിക്കണത്. ഞമ്മളെ പോലുള്ളവർ ചെന്നില്ലെങ്കിലേ ഓര് പട്ടിണിയായി പോലടോ. ഓൽക്കും ജീവിക്കണ്ടേ? അസുഖമൊന്നുമില്ലെങ്കിൽ പിന്നെ എന്തിനാ മരുന്ന്? കാറ്റും കൊണ്ടിരിക്കാനാണ് ലക്ഷങ്ങൾ ചെലവാക്കിയിട്ട് ഓല് കടയിൽ തോന്നിയിരിക്കണത്. ഞമ്മള് പോയി മരുന്ന് വാങ്ങിയില്ലേ ഓരോ കുടുംബം പട്ടിണിയാവൂലാണ്. ഓലിക്കും ജീവിക്കണടോ. എന്നിട്ട് എല്ലാ മരുന്നും ഗഫൂർ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്നുണ്ടല്ലേ? ഒന്നും കഴിക്കണില്ല. അതെന്താ കഴിക്കാത്തെ? ഞാനും മനുഷ്യനല്ലേ, എനിക്കും ജീവിക്കണോ. Download Moj.